ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വർക്കിംഗ് വിമൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ റൈസൊക്കെ പെട്ടെന്ന് രാവിലെ എണീറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഓണിയൻ കട്ട് ചെയ്ത് പിന്നെ അതുപോലെ ടൊമാറ്റോ കട്ട് ചെയ്തൊക്കെ നിൽക്കാനുള്ള സമയം നമുക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീടിന് ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകളാണ് എൻ്റെ വീടിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ 1 കിലോ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ടൊമാറ്റോയ്ക്കൊക്കെ വില കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ റെഡിയാക്കാണ്. 1 കിലോ ടൊമാറ്റോ, ഒരു 200 ഗ്രാംസ് ചെറിയുള്ളി. അപ്പോൾ ചെറിയുള്ളി ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തൊലി കളഞ്ഞ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനൊരു 3-4 മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാം. ഇതിൽ നമ്മൾ ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോസും എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇത് അമ്മ ഉണ്ടാക്കുന്ന ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണിത്. അപ്പം ഞാനിത് ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോയിലേക്ക് ആക്കിയിട്ടാണ് നിങ്ങൾക്കിതൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂൾ ഡേയ്സിൽ കഴിച്ച ഒരുപാട് ഡിഷസ് ഉണ്ടാവും, ചില മറക്കാൻ പറ്റാത്ത ഡിഷസ് കൂടെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഡിഷസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. ഓക്കെ, ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കൊണ്ടുപോയിരുന്നതും കഴിച്ചതുമായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെളുത്തുള്ളിയാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതും നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ അതുകൂടാതെ നമ്മളതിലോട്ട് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്താലും മതിയാവും. ഇത് 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പുറകിലൊരു കനാലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളമാണിത്. അപ്പോൾ നല്ല ഭംഗിയാണ്. വീടിന് ചുറ്റും വെള്ളമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ച് ഭംഗിയാണ്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാം എണ്ണ എടുക്കാം. അതിലോട്ട് പട്ട, ഗ്രാമ്പു, പിന്നെ കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക ആഡ് ചെയ്യരുത്. ഏലക്ക ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിരിയാണിയുടെ ഒരു ഫ്ലേവർ പോലെ വരും. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് കറിവേപ്പില. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ ആഡ് ചെയ്തിട്ട് കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. എന്ന് വെച്ചാൽ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ഒന്ന് ചൂടായി അതിൻ്റെ ഒരു കളറ് ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ടാണ് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിടുക. നമ്മൾ ചോറിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ പാകത്തിനായിരിക്കണം ഉപ്പ്. ഇപ്പോൾ ചോറിൽ ഉപ്പിട്ട് വേവിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് കുറച്ച് മുളക് പൊടി, ആ ഒരു കളർ വരണമല്ലോ. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച് ടൊമാറ്റോസ് കൂടെ ആഡ് ചെയ്യാണ്. എപ്പോഴും നാടൻ തക്കാളി, നന്നായി പഴുത്ത തക്കാളി വേണം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഈ ബാംഗ്ലൂർ തക്കാളിയൊക്കെ ഉണ്ടാവും, അത് ഫ്ലഷ് കൂടുതലുണ്ടാവും, പക്ഷേ പുളി അധികം ഉണ്ടാവില്ല. അപ്പോൾ നാടൻ തക്കാളി എടുക്കുന്നതായിരിക്കും ടൊമാറ്റോ പേസ്റ്റിന് നല്ല ടേസ്റ്റ്. ടൊമാറ്റോസൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിന് മുമ്പേ നമ്മൾ ചന്തയ്ക്ക് പോയൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് അതിനുള്ള വെജിറ്റബിൾസും കൂടെ കൊണ്ടുവന്നതാണ്. നന്നായിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കിയത് അപ്പം എന്നോട് കഴിക്കുമെന്ന് പറഞ്ഞതാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് അമ്മയോട് പറഞ്ഞില്ലെങ്കിലും ഉപ്പുമാവ് നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ യൂഷ്വലി എല്ലാവരുടെ അമ്മമാരും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മക്കളുടെ ബാഗ് ചെക്ക് ചെയ്യുന്ന പോലെ
ചെക്ക് ചെയ്യണുണ്ടല്ലേ, നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും. നമ്മളിങ്ങനെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. ചിലർക്ക് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോസൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, അതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലായിരിക്കും. അതായത് കുക്കായി വരുമ്പോൾ കുറച്ച് വാട്ടറി ആവും. അപ്പോൾ ഇത് നമ്മൾ വറ്റിച്ച് ഒരു പേസ്റ്റിൻ്റെ രൂപത്തിൽ തിക്കാക്കി എടുക്കണം. ഈ സമയത്ത് ഇൻഗ്രീഡിയൻസ് എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി വിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം കുക്ക് ചെയ്തിട്ടുണ്ടോ ഈ പരുവത്തിൽ, ഒരു അച്ചാറിൻ്റെ പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ വീടെത്തി. നമ്മുടെ പരി ഇവിടെ ബബിൾസ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന ഫസ്റ്റ് ജോലി ഇതാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ടൊമാറ്റോ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ അരി വേവിക്കാനായിട്ട് വയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് അരിയിലേക്ക് പിടിക്കണമല്ലോ, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഒരു കടായിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് അരിക്കാണ് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടിട്ട് കരിഞ്ഞു പോവാതെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഉണ്ടല്ലോ, ഈ കുക്ക് ചെയ്തിട്ട് ചൂടോടെ അതിലോട്ട് ആഡ് ചെയ്യരുത്. കുറച്ച് തണുത്തിരിക്കണം റൈസ്, അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ റൈസ് കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള ചോറാണ് നമ്മൾ ഈ പേസ്റ്റിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ കുഴഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയാണ്. സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ടിഫിൻ ബോക്സിലേക്കോ ലഞ്ച് ബോക്സിലേക്കൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പേസ്റ്റ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വീക്സ് അതിരുന്നോളും. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ കുറച്ച് ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വറ്റയാണ് മീൻ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. വളരെ കുറച്ച് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിലവർ ഈ ഫിഷ് ഫ്രൈയിലോട്ട് കുറച്ച് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് അധികം എണ്ണ വെച്ചിട്ട് അതിലോട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കോരിയെടുക്കുക ചെയ്യുക. ഞാനങ്ങനെ ചെയ്യാറില്ല. ഇതൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് ഈ ഫിഷിൻ്റെ പീസസൊക്കെ നിരത്തി വെച്ചിട്ട് നമ്മൾ അതിന് മുകളിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് വലിയ പീസസ് ആയതുകൊണ്ട് തന്നെ ഞാനത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഫിഷ് എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കുറച്ച് തൊലിയുള്ള മീനാണെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഈ ഫിഷിൻ്റെ പീസസ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വരും. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യാൻ പോകുന്ന പീസിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈൻ്റെ ടേസ്റ്റ് നല്ല കൂടും. നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഫിഷ് ഫ്രൈക്ക്. ഇപ്പോൾ നമ്മൾ നെയ്മീനൊക്കെയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെയ്മീൻ്റെ തലയൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ അതിലധികം എണ്ണയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ബൗളിൽ തന്നെ വയ്ക്കുകയാണ്. കാരണം ഇനി ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചൂടാക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ 2 റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.